പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 50-ാമത്തെ സങ്കീർത്തനമാണ്. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. സുവിശേഷം നമ്മളോട് ഈ നേരായ വഴിയിലൂടെ അല്ല ചരിക്കുന്നതെങ്കിൽ വന്നു പോകാവുന്ന വലിയ നാശത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. നിനക്ക് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയണ വിധത്തിൽ നേരായ മാർഗത്തിൽ, കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കാത്ത മനുഷ്യരെ കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തും. എന്നാൽ 1-ാമത്തെ വായന മത്തിയാസിൻ്റെയും മക്കളുടെയും ജീവിതമാണ് കാണിച്ചു തരുന്നത്. അത് കർത്താവിൻ്റെ മാർഗത്തിലൂടെ അവന് വേണ്ടി എരിഞ്ഞ് തീക്ഷ്ണതയോടുകൂടി ജീവിച്ച മനുഷ്യര് ജീവിച്ച ജീവിതമാണ് നമുക്ക് കാണിച്ചു തരണത്. 1-ാമത്തെ വായനയിൽ പറയണത് പോലെ നിയമത്തെ പ്രതിയുള്ള ഫിനഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ മത്താത്തിയാസ് ജ്വലിച്ചു എന്ന് പറയണേ. മത്താത്തിയാസും പുത്രന്മാരും എങ്ങനെയാണ് കർത്താവിനെ ഇഷ്ടമുള്ള വിധത്തിൽ ജീവിച്ചിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 1-ാമത്തെ വായനയിൽ ആദ്യം കാണുന്നത്. അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തികളും, കുറച്ച് വയലൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരാളെ അടിച്ചു കൊന്നുകളയണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് ഈ ഒരു കാലത്ത്, അവരുടെ കാലത്ത് അതങ്ങനെ അതിന് നീതീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഒന്നിനും കാരണം പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നൊക്കെയുള്ള പഴയ നിയമത്തെ ഞാനിത് എടുത്തു മാറ്റി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്തെ ഇങ്ങനെ ഈ യുദ്ധവും ജീവനെടുക്കലും ഒന്നും നമുക്ക് പ്രാക്ടിക്കലായിരിക്കില്ല, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ 2 കാര്യങ്ങളിൽ നിന്നും കർത്താവ് പറയണ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതാണ് പ്രതിവചന സങ്കീർത്തനം. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവെ, നിൻ്റെ വഴിയെ നടക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. പലപ്പോഴും പരാതിയാണല്ലോ നമുക്കെല്ലാവർക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ടുകൾ വരുന്നു. നേരായ വഴിയിലൂടെയാണോ ചരിക്കുന്നതെന്ന് നോക്ക്. കൃത്യമായിട്ട് രക്ഷയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ അത്രയ്ക്ക് എളുപ്പമുള്ള വഴിയൊന്നുമല്ല, ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ വഴിയിൽ പ്രയാസങ്ങളുണ്ടാവും, തകർച്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ടാവും, സഹനാനുഭവങ്ങളിലൂടെ ഇതൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരുമെങ്കിലും നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് രക്ഷയുടെ മാർഗം ഞാൻ കാണിച്ചു കൊടുക്കും. രക്ഷയിലേക്കാണ് എത്തിച്ചേരുക. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ വഴി പഠിപ്പിക്കണമേ എന്നുള്ള വചനഭാഗമുണ്ട്. ഞങ്ങളെ അങ്ങയുടെ വഴി പഠിപ്പിക്കണമേ. പലതവണ നമ്മൾ പ്രതിവചന സങ്കീർത്തനങ്ങളിൽ അത് ആവർത്തിച്ചിട്ടുള്ളതാണ്. കർത്താവെ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന മനുഷ്യരെല്ലാവരും തന്നെ രക്ഷയിലേക്ക് എത്തിച്ചേർന്നുവെന്ന് ഈശോയുടെ ശിഷ്യന്മാരെ മാത്രം നോക്കിയാൽ മതി. ഒറ്റൊരാൾ വഴിതെറ്റിപ്പോകുമ്പോൾ അയാൾ നാശത്തിലേക്ക് ചെന്ന് നിബന്ധിക്കുന്നു എന്നത്തെ സുവിശേഷമായിട്ട് കൂട്ടി ഒന്ന് വായിക്കണം. എന്നാൽ കർത്താവിൻ്റെ വഴി പല തകർച്ചകളുണ്ടായിരുന്നു. പലതവണ കർത്താവിൽ നിന്ന് അകന്നു പോകാനിടയായി. പലവട്ടം കർത്താവ് അവരെ ശകാരിച്ചു. എന്നിട്ടും അവൻ്റെ വഴിയിലൂടെ മാത്രം ചരിച്ച മനുഷ്യർ അവസാനം എത്തിച്ചേരുന്നത് രക്ഷയിലേക്കാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയുടെ ഭവനത്തിലേക്കാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഈ വഴി, കർത്താവിൻ്റെ വഴി, അത് കുരിശിൻ്റെ വഴി, അത് നമ്മളെ എത്തിക്കാൻ പോകുന്നത് രക്ഷയിലേക്ക് തന്നെയാണ്. മറ്റൊരു വഴിയും മറ്റൊരാളും നമ്മളെ കർത്താവിങ്കിലേക്ക്, അവിടുത്തെ രക്ഷയിലേക്ക് എത്തിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ വേണം ഇനി മറ്റൊരു വഴിയെയും പോവാതിരിക്കാനായിട്ട്. ചിലപ്പോൾ എളുപ്പമുള്ളതായിട്ട് തോന്നും നമുക്ക്, ചിലപ്പോൾ അതും ശരിയാണല്ലോ എന്ന് തോന്നും നമുക്ക്, ചിലപ്പോൾ മറ്റുള്ളതിനേക്കാൾ ഇതാണല്ലോ കുറച്ചുകൂടെ ഭംഗിയുള്ളതെന്ന് തോന്നും നമുക്ക്. പക്ഷേ ക്രിസ്തുവുണ്ടോ, ക്രിസ്തു കാണിച്ചു തന്ന വഴിയാണോ എന്ന് ചോദിച്ച് നോക്കിയിട്ട് വേണം, ഉരച്ച് പരിശോധിച്ചിട്ട് വേണം അതിൻ്റെ പിന്നാലെ നടക്കാനായിട്ട്. വചനം പറയണത് പോലെ സാത്താൻ പോലും പ്രഭാപൂർണനായ മാലാഖയുടെ രൂപം ധരിക്കാറുണ്ടല്ലോ.
തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചനയിലൂടെ നമ്മളെ കുടുക്കാനും ഈ ലോകവും കാലവും കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വഴിയാകുന്ന കുരിശിൻ്റെ വഴിയിലൂടെ അല്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും മുറിവുകളിലൂടെ കടന്നു പോകേണ്ടി വരുമെങ്കിലും അത് ഗ്യാരൻറ്റീഡാണ്, രക്ഷയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മൾ തമ്പുരാനെ അതിന് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ അങ്ങയുടെ വഴിയിലൂടെ നടക്കാൻ എൻ്റെ പാദങ്ങളെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി മുട്ടിന്മേലായി. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ, ഈ രാത്രികളിൽ ഒന്നിൽ മാത്രമല്ല, ഇനി ഒരിക്കലും ജീവിതത്തിൽ അങ്ങയിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ, അങ്ങയുടെ വഴി മറന്ന് മറ്റൊരു വഴിയിലൂടെയും സഞ്ചരിക്കാതിരിക്കാൻ ഞങ്ങളുടെ പാദങ്ങളെ അങ്ങു തന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് അരുൾ ചെയ്ത എൻ്റെ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ മാലാഖമാർ എൻ്റെ വഴികാട്ടികളായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.